ഇലക്ട്രൽ ബോണ്ട് വിഷയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ലോക്സഭാ ഇലക്ഷൻ വരാൻ പോകുന്നു. അതിനു മുന്നോടിയാണ് ഈ കുംഭകോണത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നത്. അതൊരു രാഷ്ട്രീയ കുംഭകോണം തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികളും കുത്തക മുതലാളിമാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം എന്താണ് എന്ന് വെളിപ്പെടുന്നതാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ പുറത്തു വന്ന വിവരങ്ങൾ. ഇനിയും വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഓരോ കമ്പനികൾ ഏതൊക്കെ പാർട്ടികൾക്കാണ് പണം നൽകിയത് എന്ന വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ആരോ പിറകിൽ കളിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഒന്നുകിൽ ഇലക്ഷൻ കമ്മീഷനാകാം, അതല്ലെങ്കിൽ SBI ആകാം. ആ കളി ഇവിടെ വേണ്ട എന്ന് സുപ്രീം കോടതി SBIയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എല്ലാ വിവരങ്ങളും കൈമാറണം എന്നാണ് SBIയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. ഇതൊക്കെ നടക്കുമ്പോഴും ഒരു കാര്യം ബോധപൂർവം മറച്ചുവെക്കാൻ മലയാളത്തിലെ മാധ്യമങ്ങളും ഇന്ത്യയിലെ മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട്. ആരാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്? അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ടോ? ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിക്കാതിരുന്നത് അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാതിരുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരിക്കലും ഒരു മാധ്യമവും പറയില്ല. കേരളത്തിലെ മാധ്യമങ്ങളും അതൊരു വാർത്തയായി നൽകുന്നുമില്ല. ഏറ്റവും വലിയ കൊള്ള തുറന്നു കാട്ടിയത് അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ഒരു പാർട്ടി CPIM മാത്രമാണ് എന്നോർക്കണം. CPIMന്റെ നിരന്തരമായ നിയമയുദ്ധത്തിന് ഒടുവിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നത്. ഈ നിലപാടിനെ CPIMന്റെ ഈ നിലപാടിനെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രശംസിച്ചുകൊണ്ട് KJ ജേക്കബ്, മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ്, അദ്ദേഹം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിങ്ങനെയാണ്: കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തകരോട് എന്ന് പറഞ്ഞുകൊണ്ടാണ് KJ ജേക്കബ് ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. ആരും അറിയാതെ, കണക്കില്ലാതെ, എന്നാൽ നിയമപരമായി കോർപ്പറേറ്റ് കമ്പനികൾക്കും വ്യക്തികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പണം നൽകാനുള്ള ഇലക്ട്രൽ ബോണ്ട് അഴിമതി സ്ഥാപനവൽക്കരിക്കുകയാണ് എന്ന് നിങ്ങളുടെ പാർട്ടികൾ നിലപാടെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ നിന്നും പണം വാങ്ങുന്നതല്ല എന്നും, ഇപ്പോൾ അഴിമതി മാത്രമല്ല ആ പദ്ധതി ഉപയോഗിച്ച് ഗുണ്ടാപ്പിരിവ് നടത്തുകയായിരുന്നു എന്നതിനുള്ള തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കൊട്ടേഷൻ ടീമായ EDയെയും പിന്നെ CBI, ആദായ നികുതി വകുപ്പ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളെയും ഉപയോഗിച്ച് കമ്പനികളിൽ നിന്ന് പണം പിടുങ്ങുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ വാങ്ങിയ 5 കമ്പനികളിൽ 3നും ഇമാതിരി ഭീഷണികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇതിനകം വന്ന റിപ്പോർട്ട്. ബാക്കി വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതുവരട്ടെ, ഫാസിസ്റ്റുകളുടെ ഈ കോട്ടകൊത്തളങ്ങൾ പണിതുയർത്തിയ പണക്കൂമ്പാരത്തിന്റെ പിന്നാമ്പുറ കഥകൾ പതുക്കെയെങ്കിലും പുറത്തു വരട്ടെ. പറഞ്ഞു വന്നത് അതല്ല. അഴിമതിയെ സ്ഥാപനവൽക്കരിക്കുന്ന ഒരു പദ്ധതിയെ അങ്ങനെ തന്നെ കാണാനും അതിൽ നിന്ന് മാറി നടക്കാനും അതിനെപ്പറ്റി സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകാനും നിങ്ങളുടെ പാർട്ടിക്കായി, എന്ന് വെച്ചാൽ CPIMന് ആയി. അതിനെതിരെ കേസുമായി CPM സുപ്രീം കോടതിയിൽ പോയി. ചെറിയ കാര്യങ്ങളല്ല. വ്യക്തികളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നിങ്ങളുടെ പാർട്ടികളെക്കുറിച്ചും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തിരുത്താൻ ശ്രമിക്കുമ്പോഴും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ വ്യവസ്ഥാപിത അഴിമതിയോട് സന്ധിയില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല. കോർപ്പറേറ്റ് കമ്പനികളുടെ കൊള്ള ലാഭത്തിൽ നിന്ന് അവർ നീട്ടിയെറിയുന്ന ചോരപ്പണം കൊണ്ടല്ല, നിങ്ങളുടെ വിയർപ്പു തുള്ളികൾ വീണ മുഷിഞ്ഞ നോട്ടുകൾ കൊണ്ടാണ് നിങ്ങളുടെ പാർട്ടികൾ നിങ്ങൾ നടത്തുന്നത് എന്ന നിങ്ങളുടെ വാദത്തിന് കാലം സാക്ഷി പറയാൻ എത്തിയിരിക്കുകയാണ്. കല്ലിൽ കൊത്തിയെടുത്ത നിങ്ങളുടെ നിലപാടുകൾക്ക് ഒരു നാട് അഭിവാദ്യമർപ്പിക്കുന്ന ചരിത്ര മുഹൂർത്തം. കല്ലിൽ കൊത്തിയെടുത്ത നിങ്ങളുടെ നിലപാടുകൾക്ക് ഒരു നാട് അഭിവാദ്യമർപ്പിക്കുന്ന ചരിത്ര മുഹൂർത്തം. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ചരിത്രപരമായ ചങ്കുറപ്പോടെ കാലിൽ പറ്റിയ പൊടിയോളം എത്തുന്ന വിനയത്തോടെ അത് ഏറ്റുവാങ്ങുക. തലയുയർത്തിപ്പിടിച്ച് നിൽക്കുക. നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ സഹയാത്രികരായ എന്നെപ്പോലുള്ള മനുഷ്യരും ഒത്തിരി അഭിമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് KJ ജേക്കബ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ അവസാന വരികൾ ഒന്നുകൂടി വായിക്കാം. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ചരിത്രപരമായ ചങ്കുറപ്പോടെ കാലിൽ പറ്റിയ പൊടിയോളം എത്തുന്ന വിനയത്തോടെ അത് ഏറ്റുവാങ്ങുക. തലയുയർത്തിപ്പിടിച്ചു നിൽക്കുക. നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ സഹയാത്രികരായ എന്നെ പോലുള്ള മനുഷ്യരും ഒത്തിരി അഭിമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നിരവധി കമന്റുകളാണ് ഈ പോസ്റ്റിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റിന്റെ KJ ജേക്കബിന്റെ പോസ്റ്റിന്റെ തുടക്കം തന്നെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരോട് എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIMന്റെ ഒരു സഹയാത്രികനായ എനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് CPIM ഈ വിഷയത്തിലെടുത്ത നിലപാടുണ്ട്. ആ നിലപാടിനൊപ്പമാണ് ഞാനും എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് അഭിമാനിക്കാം, തലയുയർത്തിപ്പിടിച്ച് നിൽക്കാം. നിങ്ങൾ ചെയ്തത് മഹാകാര്യമാണ്.
ചെറുതല്ല നിങ്ങൾ ചെയ്തത്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിത്തം എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടിയെ കയ്യിലെടുക്കുന്നത് അല്ലെങ്കിൽ അവരെ വിലക്കെടുക്കുന്നത് എന്ന് തുറന്നു കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരോട് പറയുന്നു, നിങ്ങൾ തലയുയർത്തിപ്പിടിച്ച് നടക്കൂ. നിങ്ങൾക്ക് അതിന് അർഹതയുണ്ട്. നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾക്കും കഴിയുന്നു എന്നതിൽ ഞങ്ങൾക്കും നല്ല അഭിമാനമുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് KJ ജേക്കബ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ CPIMന്റെ സഹയാത്രികനായ ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയുന്നു. ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിന്റെ ആദ്യ വാക്കുകൾ ഒന്നുകൂടി വായിക്കാം. അതിങ്ങനെയാണ്: കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തകരോട് ആരും അറിയാതെ, കണക്കില്ലാതെ, എന്നാൽ നിയമപരമായി കോർപ്പറേറ്റ് കമ്പനികൾക്കും വ്യക്തികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പണം നൽകാനുള്ള ഇലക്ട്രൽ ബോണ്ട് അഴിമതി സ്ഥാപനവൽക്കരിക്കുകയാണ് എന്ന് നിങ്ങളുടെ പാർട്ടികൾ നിലപാടെടുത്തിരുന്നു. ഈ നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിരിക്കുന്നത് CPIM എടുത്തത് 2018 ഈ ഇലക്ട്രൽ ബോണ്ട് വഴി വരുന്ന ഒരു പണവും ഞങ്ങൾ വാങ്ങില്ല, ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് രാഷ്ട്രീയ അഴിമതിയാണ്, കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപാടാണ് എന്ന് അന്ന് തന്നെ പറയുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. അതേ തുടർന്നാണ് ഇത് അവസാനിപ്പിക്കണം, ഈ ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ CPIM തയ്യാറായത്. അതേക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് പിന്നീട് ഈ പോസ്റ്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ നിന്നും പണം വാങ്ങുന്നതല്ല എന്നും തീരുമാനിച്ചു CPIM എന്ന് പറയുകയാണ്. ഇത് വെറും ഒരു പദ്ധതിയല്ല, ഇത് ഒരു വലിയ ഗൂഢാലോചനയാണ് എന്ന കാര്യത്തിലും സംശയമില്ല. അദ്ദേഹം പറഞ്ഞു വന്നത് അതല്ല. അഴിമതിയെ സ്ഥാപനവൽക്കരിക്കുന്ന ഒരു പദ്ധതിയെ അങ്ങനെ തന്നെ കാണാനും അതിൽ നിന്ന് മാറി നടക്കാനും അതിനെപ്പറ്റി സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകാനും നിങ്ങളുടെ പാർട്ടിക്ക് ആയി. അതിനെതിരെ കേസുമായി CPM സുപ്രീം കോടതിയിൽ പോയി. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല എന്ന് KJ ജേക്കബ് പറയുകയാണ്. വ്യക്തികളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നിങ്ങളുടെ പാർട്ടികളെക്കുറിച്ചും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തിരുത്താൻ ശ്രമിക്കുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ വ്യവസ്ഥാപിത അഴിമതിയോട് സന്ധിയില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല. കോർപ്പറേറ്റ് കമ്പനികളുടെ കൊള്ള ലാഭത്തിൽ നിന്ന് അവർ നീട്ടിയെറിയുന്ന ചോരപ്പണം കൊണ്ടല്ല. ഈ പോസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. കോർപ്പറേറ്റ് കമ്പനികളുടെ കൊള്ള ലാഭത്തിൽ നിന്ന് അവർ നീട്ടിയെറിയുന്ന ചോരപ്പണം കൊണ്ടല്ല, നിങ്ങളുടെ വിയർപ്പ് തുള്ളികൾ വീണ മുഷിഞ്ഞ നോട്ടുകൾ കൊണ്ടാണ് നിങ്ങളുടെ പാർട്ടികൾ നിങ്ങൾ നടത്തുന്നത് എന്ന നിങ്ങളുടെ വാദത്തിന് കാലം സാക്ഷി പറയാൻ എത്തിയിരിക്കുകയാണ്. കല്ലിൽ കൊത്തിയെടുത്ത നിങ്ങളുടെ നിലപാടുകൾക്ക് ഒരു നാട് അഭിവാദ്യം അർപ്പിക്കുന്ന ചരിത്ര മുഹൂർത്തം എന്നാണ് ഈ പോസ്റ്റ് പറയുന്നത്. കാരണം ഈ വിഷയം CPIM ആണ് കേസിന് പോയത്. CPIM പണം സ്വീകരിക്കുന്നില്ല എന്ന് പറയാൻ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറല്ല. ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളും എടുത്തു നോക്കൂ, കേസിന് പോയത് CPIM ആണ് എന്ന് ആ വാർത്തകളിൽ എവിടെയും കാണാൻ കഴിയില്ല. അതുമാത്രമല്ല, മാതൃഭൂമി കഴിഞ്ഞ ദിവസം വാർത്തയ്ക്ക് നൽകിയ ഒരു തലക്കെട്ടുണ്ട്. ആ തലക്കെട്ട് തന്നെ വലിയ ചർച്ചയാകുകയും വിവാദമാകുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. മാതൃഭൂമിയുടെ വാർത്താ കാർഡിൽ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി CPM, CPI എന്നീ കക്ഷികൾക്ക് പണം ലഭിച്ചിട്ടില്ല എന്നാണ്. എന്ന് വെച്ചാൽ ആരും കൊടുത്തിട്ടില്ല എന്നാണ്. അങ്ങനെയല്ല, സ്വീകരിച്ചിട്ടില്ല എന്നാണ്. അതാണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോഴും അതിലും ക്ഷീരമുള്ളൂർ അകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്ന മാതിരി മാതൃഭൂമിയുടെ ലേഖകർ മാതൃഭൂമി ചെയ്ത പണിയുണ്ടല്ലോ, അത് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്നും സ്വീകരിച്ചിട്ടില്ല എന്നുമാണ് എന്നും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായ ശേഷം ആ കാർഡ് പിൻവലിക്കാൻ അവർ തയ്യാറായിട്ടുണ്ട് എന്നത് നല്ല കാര്യം തന്നെയാണ്. എന്നിരുന്നാലും എന്താണ് മനസ്സിലിരിപ്പ് എന്ന്, എന്താണ് മാധ്യമങ്ങളുടെ ഉള്ളിലുള്ളത് എന്ന് അത് പുറത്തു ചാടുന്ന കാഴ്ചകളാണ് ഇന്നത്തെ മാധ്യമങ്ങളിൽ നാം കണ്ടത്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് തല ഉയർത്തി നിൽക്കാനും അതിലെ ഓരോ പ്രവർത്തകനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. എന്താണ് CPIM എന്ന് ആവർത്തിച്ച് വിളിച്ചു പറയുകയാണ്. എവിടെ നിങ്ങൾ എന്ന് ചോദിക്കുന്നവരോട്, എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, എവിടെയാണ് CPIM, ഇന്ത്യയിലെ ഒരു പ്രാദേശിക പാർട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർക്ക് മുന്നിലൂടെ ഇനി CPIMന്റെ പ്രവർത്തകർക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാം എന്നാണ് KJ ജേക്കബ് പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്.